പരിചയപ്പെടുത്തിയ ഭൂമിയിൽ 2 സ്വർഗമുണ്ട്. മാബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഒന്നാമത്തെ സ്വർഗം എന്റെ റൗളയുടെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗമാണ്. രണ്ടാമത്തെ സ്വർഗം ഇൽമിന്റെ മജ്ലിസുകളാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ആ ഒരു മഹത്വം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ഉൾക്കൊള്ളുന്നത് പവിത്രമായ റജബ് മാസത്തിലാണ്. റജബ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്നാണ്. അല്ലാഹുവിന്റെ മാസം എന്ന് പറയുമ്പോൾ പിന്നെ നബി തങ്ങൾ പരിചയപ്പെടുത്തി ശഅബാൻ എന്റെ മാസമാണ്, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്ന് പരിചയപ്പെടുത്തിയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് ഈ റജബ് അല്ലാഹുവിന്റെ മാസം എന്ന് പറഞ്ഞതിന് മഹത്തുക്കൾ ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ റജബിന്റെ റാ എന്ന് പറഞ്ഞാൽ ആ റഹ്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെയാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിനെയാണ് ആ റാ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അതിന്റെ ജീമ് അല്ലാഹുവിന്റെ ഗുണത്തെയാണ്, അല്ലാഹുവിന്റെ ഔദാര്യത്തെയാണ് ആ ജീമ് ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഗുണത്തെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. സൃഷ്ടികൾക്ക് നൽകുന്ന 3 സംഗതികളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് പരിശുദ്ധമായ റജബ് എന്നുള്ള ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റജബ് അള്ളാഹുവിന്റെ ഒരുപാട് കാരുണ്യമിറങ്ങുന്ന മാസം, അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് ഒരുപാട് ഔദാര്യം ചെയ്തു കൊടുക്കുന്ന മാസം. മാത്രമല്ല അള്ളാഹു അവന്റെ അടിമകളോട് ഒരുപാട് ഗുണം ചെയ്യുന്ന, അടിമകളോട് ഒരുപാട് നന്മ ചെയ്യുന്ന മാസം എന്നൊക്കെ പല രീതിയിൽ ഈ റജബിന്റെ മഹത്വത്തെ സൂചിപ്പിച്ചുകൊണ്ട് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല റജബ് എന്ന് പറഞ്ഞാൽ ശാരീരികമായി ശുദ്ധി വരുത്തേണ്ട മാസമാണ്. ഇന്ന് നമ്മുടെ ലോകത്ത് ജീവിക്കുമ്പോ ഏതെങ്കിലുമൊക്കെ വലിയ ആൾക്കാർ, മഹത്തുക്കളായ ആൾക്കാർ പോകുമ്പോൾ അതിന്റെ മുമ്പിലും ഒക്കെ പൈലറ്റ് വാഹനങ്ങൾ പോകുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയ്ക്ക് നൽകിയ ഏറ്റവും ഉന്നതമായ പ്രതിഫലം, ഒരു അടിമയ്ക്ക്, അതായത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികൾക്ക് 100 വർഷം ഒരൊട്ടകത്തിന്റെ എല്ലുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം ചെയ്ത ശംഊനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ശംഊനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ സഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. 950 വർഷം ഇബാദത്ത് ചെയ്ത ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിന്റെ ചരിതങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് മാബൈന സിദ്ദീന വ സബഈന, 60ന്റെയും 70ന്റെയും ഇടയിൽ, അതായത് ഒരു ശരാശരി കണക്കാണ്. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ പ്രായമെന്ന് അങ്ങാണ് നമ്മെ പരിചയപ്പെടുത്തിയത്. പിന്നെങ്ങനെയാണ് ഈ 1000 മാസത്തോളം ഒരൊട്ടകത്തിന്റെ എല്ലുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം ചെയ്ത ശംഊനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കളുടെ പ്രതിഫലം ഈ ഉമ്മത്തിന് കരസ്ഥമാകുന്നത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികൾ ചോദിച്ചപ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളിലേക്ക് ഒരു മാസം വരാനുണ്ട്, നിങ്ങളിലേക്ക് ഒരു പവിത്രമായ മാസം വരാനുണ്ട്. ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിന്റെ കൂലിയാണ്, ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ കൂലിയാണ്. മാത്രമല്ല അതിലൊരു രാത്രിയുണ്ട്, ആ രാത്രിയിൽ ആരെങ്കിലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ 1000 മാസം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവർക്ക് കിട്ടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ, അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോ, അങ്ങനെ ഒരു വിശ്വാസി അല്ലാഹുവിലേക്ക് അടുക്കേണ്ട ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ, ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവൻ, ആത്മാവിനെ ശുദ്ധീകരിച്ചവനാണ് വിജയിച്ചവൻ. വഖദ് ഖാബ മൻ ദസ്സാഹാ, ആ ആത്മാവിനെ കളങ്കപ്പെടുത്തിയവൻ, റൂഹിനെ കളങ്കപ്പെടുത്തിയവൻ അവൻ പരാജയപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ആ ആത്മാവിന്റെ ശുദ്ധീകരണം നമുക്ക് സാധ്യമാകാൻ എന്റെ ഉമ്മത്തിന്റെ മാസമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ പവിത്രമായ റമളാൻ മാസത്തിന് മുമ്പുള്ള പൈലറ്റ് വാഹനങ്ങളായിട്ട് ആ റമളാന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ, ആ റമളാന് വേണ്ടി തയ്യാറാകാൻ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ശരീരത്തെ കൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അല്ലാഹു നമുക്ക് തയ്യാറാക്കി തന്ന 2 മാസങ്ങളാണ് പരിശുദ്ധമായ റജബും ശഅബാനും. അത് അല്ലാഹുവിന്റെ മാസം എന്നാണ് പരിചയപ്പെടുത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ ഔദാര്യം, അല്ലാഹുവിന്റെ ഗുണം, ഇതൊക്കെ ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വാരിക്കോരി കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ റജബ് മാസം. മാത്രമല്ല, യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളെ അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇദ്ദത്തുശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിൽ മാസങ്ങളെ 12 ആയിട്ട് നിജപ്പെടുത്തി. എന്നിട്ട് അതിൽ 4 മാസങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പവിത്രം നൽകി. 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അതുപോലെ തന്നെ 1 റജബാണ്, യുദ്ധം ഹറാമാക്കിയ മാസം. ജാഹിലിയ കാലത്ത് പോലും അറബികൾ പവിത്രത കൊടുത്ത മാസം.